ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച ചൂരക്കറിയാണ്. അമ്മ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കും? 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് നല്ലോണം മൂപ്പിക്കണം. 1 കപ്പ് തേങ്ങ. ഇനി ഇത് നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഈ ഒരു സമയം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് നല്ലോണം മൂപ്പിക്കണം. ഇതിലോട്ട് കരിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇത് തണുത്തിട്ട് അരച്ചെടുക്കാം. തണുത്ത തേങ്ങാക്കൂട്ടിലേക്ക് ഇത്രയും പുളിയും കൂടി ചേർത്ത്, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടെ ചേർത്ത് നമ്മൾ അരയ്ക്കുകയാണ്. വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ട് വരണം. ചട്ടി ചൂടാക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 6 വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. 8 ചെറിയ ഉള്ളി. ഇനി നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഇത്രയാവുമ്പോഴേക്കും നമുക്ക് അരച്ചു വെച്ചിരുന്ന കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ട് കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ തിളപ്പിക്കാം. 1 തക്കാളി, 2 പച്ചമുളക് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിനു മുമ്പ് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്. ഈ ഒരു സമയം ഉപ്പ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇനി ഉപ്പോ പുളിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമുക്കിനി കഴുകി വൃത്തിയാക്കിയ ചൂര ഇതിൽ തട്ടിക്കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള അത്ര അളവിടാം. അളവിനനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഇപ്പം വൃത്തിയാക്കി വന്നപ്പോൾ 1/2 കിലോ ഇല്ല, ഒരു 400-450 ഗ്രാം ആയിരിക്കും. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വയ്ക്കും. ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ ഉപ്പും പുളിയൊക്കെ നോക്കാം. കറിവേപ്പില ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കും. മീൻ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതിയാകും. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞാൽ കുറുകിക്കോളും. ഇത്രയും മതി. നമ്മുടെ ചൂരക്കറി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇരിക്കും തോറും കൂടുതൽ കുറുകും. അങ്ങനെ നമ്മുടെ വറുത്തരച്ച ചൂരക്കറി റെഡി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്